ചില സമയത്ത് ചില ഫുഡുകൾ ഭയങ്കരമായിട്ട് അങ്ങ് വൈറലാവും. അതേപോലെ വൈറലായ ഒരു ഐറ്റമാണ് നമ്മളിത് ചെയ്യുന്നത്. പേര് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും, പക്ഷേ വളരെ നൈസായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് ബൺ മസ്കയും ഇറാനി ചായ. ഒരു ചായപാത്രം അങ്ങോട്ട് വെക്കുക. 2-3 ഗ്ലാസ്സിന് എത്രയാണെന്ന് വെച്ചാൽ അംഗസംഖ്യ കൂടുതലനുസരിച്ച് വെള്ളം ഉപയോഗിക്കുക. ഇപ്പോൾ ചായയ്ക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. കടുപ്പം അനുസരിച്ചുള്ള തേയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 5-6 ഏലക്ക ഒന്ന് ചതച്ച് ആ ഏലക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീപ്പുറത്തോട്ട് വെക്കുക. വേറെ ചായപാത്രം കൂടെ നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. ഒരു 1/2 ലിറ്റർ പാൽ അങ്ങോട്ട് ഇടുക. ഇപ്പം നല്ലപോലെ തിള വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കണ്ടൻസ് മിൽക്ക് നമുക്കൊരല്പം പൊട്ടിച്ച് അതിനകത്ത് ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ കണക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ടൊന്ന് കുറുകും. റെഡി ആയിട്ടുണ്ട്. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ചായ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ പകുതി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് അങ്ങോട്ട് ഒഴിക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. തൽക്കാലം ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ബൺ മസ്ക റെഡിയാക്കാം. ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ്. ബട്ടർ അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. കണ്ടൻസ് മിൽക്ക് അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഒരല്പം കറുവാപ്പട്ട ഒരു 2-3 ഏലക്കയും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു നുള്ളു വാനില എസൻസ്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിടുക. ഇപ്പോൾ ഒരു നല്ല ക്രീമായിട്ടുണ്ട്. മണ്ണ് അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് മുറിച്ച് വെക്കുക. ഇനി നമുക്ക് ഈ ക്രീം ഇതിനകത്തോട്ട് പരട്ടണം. പരട്ടി ഇതിങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കുക. നമ്മൾ നേരത്തെ തേച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ടും ആ ക്രീം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ അങ്ങോട്ട് മുക്കി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉമ്മ അല്ല ഇത്ര വയറിലായത്. കാര്യം ഇത് ഈ ഒരു രീതിക്ക് അത് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത് അല്ലേ. ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്ത പോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. സിമ്പിളാണ് കാര്യങ്ങൾ. ഇഷ്ടപ്പെടുകയും ചെയ്യും.